ഓം ശാന്തി. ഒരു ഗ്രാമത്തിൽ രാജു എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ വളരെ ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതം ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിരുന്നാൽ രാജു ഇങ്ങനെ വിചാരിച്ചിരുന്നു, ഒരു ലക്ഷ്യം വെച്ചു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ഉയർന്ന ഒരു വ്യക്തിയായി മാറണം, വലിയ ഉയരങ്ങളിലെത്തണം. ആ ലക്ഷ്യത്തെ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ തന്നെയും അവൻ തൻ്റെ ജീവിതം ശുദ്ധവും സത്യസന്ധവും അത്ര തന്നെ സോഫ്റ്റ് ആക്കി വെച്ചിരുന്നു. അവനൊരു തീരുമാനമെടുത്തിരുന്നു, എൻ്റെ ഓരോ വിചാരങ്ങളും ഓരോ വാക്കുകളും ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ശുദ്ധമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. ഇത് അവൻ്റെ ഒരു തീരുമാനമായിരുന്നു. ആ രാജു തൻ്റെ ജീവിതത്തിൽ വരുന്ന ഏതൊരു സാഹചര്യങ്ങളിലും അവൻ ശാന്തചിത്തനും സന്തോഷവാനും അത്ര തന്നെ നിർമ്മലവുമായിരുന്നു. അവന്റെ ചിന്താഗതികളും അവന്റെ കാഴ്ചപ്പാടും എല്ലാം തന്നെ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് മുൻപോട്ട് പോയി. അവൻ ആരെയും നിന്ദിക്കാറില്ല, ആരോടും ദേഷ്യപ്പെടാറില്ല. ഓരോ ആളുകൾക്കും ഏത് സമയത്ത് എന്ത് സഹായം ചെയ്യണം അപ്പോഴെല്ലാം അവരുടെ കൂടെ രാജു ഉണ്ടായിരിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ അവന്റെ ആ സദ്ഗുണങ്ങൾ, അവന്റെ നല്ല വ്യക്തിത്വം എല്ലായിടത്തും പരക്കാൻ തുടങ്ങി. എല്ലാ വ്യക്തികളും അവന്റെ മഹിമ പാടാൻ തുടങ്ങി. ആ ദരിദ്ര മാതാപിതാക്കളും തൻ്റെ മകന്റെ കഴിവിൽ, ആ ഗുണത്തിൽ അവരും അഭിമാനിച്ചു. അങ്ങനെ ഒരു ദിവസം രാജു ഒരു വലിയൊരു നേതാവായി മാറി. വലിയ വലിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചു. എന്നിരുന്നാൽ തന്നെയും തൻ്റെ ആ ജീവിത മൂല്യം എന്താണോ ആ മൂല്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ തൻ്റെ സമൂഹത്തിന് നല്ല സേവനം ചെയ്തു. അങ്ങനെ എല്ലാവരിലും ഒരു നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനും എല്ലാവരിൽ നിന്നും റെസ്പെക്റ്റ്, സ്നേഹം, അല്ലെ, എല്ലാം നേടിയെടുക്കുവാനും ആ ഒരു ദൃഢനിശ്ചയത്തിലൂടെ രാജുവിന് സാധിച്ചു. ഇന്ന് ബാബ നമുക്ക് നൽകുന്ന വരദാനം എന്താണ്? മനസാ വാച കർമ്മണ ശുദ്ധി. മനസ്സിന്റെ സത്യത, വാക്കിന്റെ സത്യത, കർമ്മത്തിന്റെ സത്യത, ഇതിലൂടെ ജീവിതത്തിൽ സമ്പൂർണമായിട്ടുള്ള മാർക്ക് കരസ്ഥമാക്കുന്ന നമ്പർ 1 ആജ്ഞാകാരി അഥവാ ഒബീഡിയന്റ് ആയിട്ട് മാറും. ഇവിടെ മനസ്സിന്റെ പവിത്രത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ സങ്കല്പത്തിന്റെ ശുദ്ധത. സങ്കല്പത്തിൽ അപവിത്രതയുടെ സംസ്കാരം അല്പമാത്രം പോലും എമർജാകരുത്, ഉയർന്നു വരാൻ പാടില്ല. പകരം എപ്പോഴും ആത്മീക സ്വരൂപത്തിലിരിക്കണം. അത് എല്ലാവരെയും സഹോദര ഭാവത്തിൽ കാണാനുള്ള ശ്രേഷ്ഠമായ സ്മൃതിയുടെ സ്വരൂപം. പിന്നെ വാക്കിലെ സത്യത എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വാക്കിന്റെ പവിത്രത എന്ന് പറയുമ്പോൾ, അത് സത്യതയും അതുപോലെ മധുരതയുമാണ്. കർമ്മത്തിലെ സത്യത എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പവിത്രത എന്ന് പറയുമ്പോൾ, അത് നമ്രതയും സന്തുഷ്ടതയും അതുപോലെ ഹർഷിതമുഖതയുമാണ്. ഇതിന്റെ ആധാരത്തിൽ നമുക്ക് എത്രത്തോളം ഉയർന്ന അവസ്ഥ ഉണ്ടാക്കാം. സമ്പൂർണ്ണ പവിത്ര ആജ്ഞാകാരികളായ കുട്ടികളെ അവരുടെ മഹിമകൾ സ്വയം ഭഗവാനും വാഴ്ത്തിക്കൊണ്ടിരിക്കും. സാധാരണ നമ്മളെല്ലാവരും ഭഗവാന്റെ മഹിമയാണ് വാഴ്ത്തുന്നതെങ്കിൽ ഇവിടെ ഭഗവാൻ അങ്ങനെയുള്ള മക്കളുടെ മഹിമ വാഴ്ത്തിക്കൊണ്ടിരിക്കും. കാരണം മക്കളുടെ ഉന്നതി എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് അഭിമാനമല്ലേ? ആ മാതാപിതാക്കളും മക്കളുടെ ഗുണഗാനം പാടില്ലേ? അതുപോലെ സ്വയം ഭഗവാൻ ഈ സമയത്ത് നമ്മുടെ മാതാപിതാവാണ്. നമ്മൾക്കുണ്ടാകുന്ന ഏതൊരു ഉയർച്ചയും ഭഗവാന്റെ അഭിമാനമാണ്. എൻ്റെ മക്കൾ ഇങ്ങനെ ആയല്ലോ. നമ്മുടെ ഓരോ ഉയർച്ചയുടെ പടികൾ കടക്കുമ്പോഴും അഭിമാനിക്കുന്ന ആരാണ്? ആത്മാവിന്റെ മാതാപിതാവായിരിക്കുന്ന ഭഗവാനാണ്. അങ്ങനെയുള്ള കുട്ടികളായി നമ്മൾ നമ്മുടെ കർമ്മത്തിലൂടെയാണ് ഭഗവാൻ എന്താണ് ചെയ്യുന്നതെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ വരദാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില പോയിന്റുകൾ: ഒന്ന്, പ്യൂരിറ്റി ഇൻ തിങ്കിങ്, മനസ്സിന്റെ ശുദ്ധിയെക്കുറിച്ചാണ്. നമ്മുടെ വിചാരങ്ങളെ എപ്പോഴും ശുദ്ധമാക്കി വെക്കുക. ഒരിക്കലും നകാരാത്മകമായ, അതായത് നെഗറ്റീവായിട്ടുള്ള
ഹീനമായ വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാനേ പാടില്ല. ഉദാഹരണത്തിന് ഇപ്പൊ ദേഷ്യപ്പെടുക, ഈർഷ്യ കാണിക്കുക, അല്ലേ? ഇതൊക്കെ നെഗറ്റീവ് അല്ലേ? ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ ശാന്തി എന്ന് പറയുന്ന ആ ഗുണത്തിനെ സെലക്ട് ചെയ്യുക. അതായത് കീപ് യുവർ തോട്ട്സ് പ്യുവർ, ദ റീപ്ലേസ് നെഗറ്റിവിറ്റി വിത്ത് പീസ്. ശാന്തി കൊണ്ട്, ശാന്തി എന്ന ഗുണം കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ഭാവങ്ങളെ ഇല്ലാതാക്കും. രണ്ടാമത്തേതായ പ്യൂരിറ്റി ഇൻ സ്പീച്ച്, വാക്കിന്റെ ശുദ്ധിയാണ്. സദാ സത്യം പറയുക, അതോടൊപ്പം തന്നെ മധുരമായ ഭാഷയിൽ സംസാരിക്കുക, അല്ലെ മധുരമായി സംഭാഷണം ചെയ്യാനുള്ള ശീലത്തെ സ്വായത്തമാക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ കടുവചനങ്ങൾ പറയുക, കുവചനങ്ങൾ പറയുക, ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വം എത്ര താഴ്ചയിലേക്ക് കൊണ്ടുപോകും. അതിനു പകരം ശീതളമായ വാക്കുകൾ പറയാൻ ശീലിക്കും. ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത് ആൻഡ് ബി കൈൻഡ് ഇൻ യുവർ വേർഡ്സ്. എപ്പോഴും സത്യം പറയുക, പിന്നെ നമ്മുടെ വാക്കുകളിൽ നമ്മളെപ്പോഴും ശീതളമായിരിക്കും. കടുവചനങ്ങളെ ഉപേക്ഷിക്കുക. മൂന്നാമതായിട്ടുള്ളത് കർമ്മത്തിന്റെ ശുദ്ധിയാണ് പ്യൂരിറ്റി ഇൻ ആക്ഷൻ. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത്രയും നിർമ്മലമായിരിക്കണം. അതിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ മറ്റൊരാൾക്ക് അസന്തുഷ്ടതയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഫീലിങ്സോ ഉണ്ടാകാതിരിക്കുക. ആർക്കും അസന്തുഷ്ടി വരാൻ പാടില്ല. പറയാറുണ്ട്, പെർഫോം പ്യുവർ ആൻഡ് സെൽഫ്ലെസ് ആക്ഷൻ. നിസ്വാർത്ഥമായിട്ടുള്ള സംശുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ കാഴ്ചവെക്കുക. പിന്നെയോ മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുക വിത്തൗട്ട് ഈഗോ, അഭിമാനമില്ലാതെ, ഞാനെന്ന ഭാവമില്ലാതെ സർവീസബിൾ മൈൻഡോടുകൂടി സേവനം ചെയ്യുക. ഇതാണ് കർമ്മത്തിന്റെ ശുദ്ധി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊന്ന് നമ്രത അഥവാ ഹ്യൂമിലിറ്റി. കാരണം ഏതൊരു വ്യക്തിയോടും വളരെ ആദരപൂർവകം നമ്മൾ സമീപിക്കുക. അവരുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ, സഹകരിക്കുമ്പോൾ അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ഒരു ഗുണമാണ് വിനയം എന്നുള്ളത്. ആ ഒരു അവസ്ഥയിൽ നിലനിൽക്കണം. അപ്പൊ നമ്മൾ ഒരുപക്ഷെ മറ്റേയാൾക്കാൾ വലുതായിരിക്കാം പല കാര്യങ്ങൾ കൊണ്ടും, എന്നിരുന്നാലും തനിക്ക് താഴെയുള്ളവരെയും ബഹുമാനിക്കണം. ഞാൻ വലുതായത് കൊണ്ട് അവരെ നോക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ, ഞാൻ വലുതല്ലേ എന്ന് വിചാരിക്കാതെ തന്നേക്കാൾ ചെറിയവരെയും ബഹുമാനിക്കുക. That means to be humble. Treat everyone with respect, big or small. മറ്റുള്ളവർ ചെറുതോ വലുതോ എന്തോ ആയിക്കൊള്ളട്ടെ, അതെന്റെ വിഷയമല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ട്രീറ്റ് everyone with respect and be humble. ഇനി മറ്റൊന്ന് സന്തോഷമാണ്, കണ്ടന്റ്മെന്റ് ആൻഡ് ചീർഫുൾനെസ്. ഏതൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും അവിടെയെല്ലാം സന്തുഷ്ടമായിരിക്കുക, പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുക. Always be content and cheerful. Trust that everything will be fine. അത് ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? എല്ലാത്തിനെയും ശുഭമായി കാണുക. കഴിഞ്ഞു പോയതും ശുഭമാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശുഭകരം തന്നെ, നാളെ വരാൻ പോകുന്നതും ശുഭം തന്നെയായിരിക്കും. ഒന്നിനെക്കുറിച്ചും അനാവശ്യമായി വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ട്രസ്റ്റ് എവരിങ് വിൽ ബി ഫൈൻ. എല്ലാം ശരിയാവും. അതുകൊണ്ട് ഏതൊരു പ്രതികൂല സാഹചര്യം വരുമ്പോഴും എങ്ങനെ ഇരിക്കണം? നമ്മൾ കണ്ടന്റ്, സന്തുഷ്ടമായിരിക്കുക, സന്തോഷമായിരിക്കുക. സബ് കുച്ച് അച്ഛാ ഹോഗ, എല്ലാം ശരിയാവും. ഇതുപോലെ നമ്മുടെ കഥയിലെ കഥാപാത്രമായ രാജു അത്ര ശുദ്ധവും നിർമ്മലവും മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന പ്രേരക ശക്തിയുടെ വ്യക്തിത്വമായിരുന്നു. എന്നിരുന്നു കൊണ്ട് ഓരോ സ്ഥാനത്തിലും തനിക്ക് ഉയരണമെന്നുള്ള ലക്ഷ്യം വെച്ചോ, മറ്റുള്ള ആളുകളുടെ മനം കവർന്നുവോ, അതേസമയം പരവശരായിരിക്കുന്ന
ആത്മാക്കൾക്ക്, വ്യക്തികൾക്ക് സേവനം ചെയ്തു. അതിലൂടെ രാജു എന്ത് ചെയ്തു? സ്വയം പരമേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ കൃപയെ തൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കി. അതുപോലെ ഭഗവാൻ ഇന്ന് നമുക്ക് നൽകുന്ന ഈ വരദാനത്തിന്റെ പ്രാക്ടിക്കൽ സ്വരൂപമാകുന്നതിലൂടെ, അജ്ഞാകാരിയാകുന്നതിലൂടെ നമുക്കും ലോകത്തിന് മുമ്പിൽ ഈശ്വരൻ ആരെന്ന് പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കും. ഓം ശാന്തി.